എല്ലാവർക്കും നമസ്കാരം. ഗുഡ് വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃക്കേട്ട ദിനത്തിൽ ഇന്ന് നമ്മൾ പാകം ചെയ്യാൻ പോകുന്നത് പരിപ്പ് പായസമാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള വീടുകളിൽ കൂടുതലും നമ്മൾ പാകം ചെയ്യുന്ന ഒരു വിഭവമാണ് പരിപ്പ് പായസം. നമുക്ക് അതെങ്ങനെയാണ് എളുപ്പത്തിൽ രുചിയോടുകൂടി ഏറ്റവും പെട്ടെന്ന് പാകം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഓട്ടുരുളി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പായസപ്പരിപ്പ് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നതായിരുന്നു, എന്നാലും ഒന്നുകൂടി നമുക്ക് നെയ്യിലൊന്ന് മൂപ്പിക്കാം. ഓക്കെ, നമ്മുടെ പായസപ്പരിപ്പ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നെയ്യിൽ കിടന്ന്. ഇനി നമുക്കതിലേക്ക് 2ാം പാൽ ഒഴിച്ച് നമുക്ക് വേവിക്കാം. പരിപ്പ് തേങ്ങാപ്പാലിൽ 2ാം പാലിൽ നമ്മൾ ഒഴിച്ചിരിക്കുകയാണ്. ഇനി അതൊന്ന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം. അതോടൊപ്പം നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഏകദേശം നമുക്കൊരു അരമണിക്കൂറോളം നമുക്ക് വേണ്ടി വരും. അതുവരേക്കും നമുക്കൊന്ന് മൂടി വയ്ക്കാം. നമ്മുടെ പരിപ്പൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം വേവ് ആവാറായിട്ടുണ്ട്. നമ്മൾ 250 ഗ്രാം പരിപ്പാണ് നമ്മൾ എടുത്തത്, പായസപ്പരിപ്പാണ് എടുത്തത്. നമ്മൾ ഒരു 1.5 തേങ്ങയുടെ പാലും എടുത്തിട്ടുണ്ട്, 1ാം പാലും 2ാം പാലും. അതിൽ 2ാം പാലിൽ ഇട്ടാണ് നമ്മൾ പരിപ്പ് വേവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 10 മിനിറ്റും കൂടെ ഇനി വേവാനുണ്ട്. നമുക്കൊന്നുകൂടി മൂടി വയ്ക്കാം. നമ്മുടെ പരിപ്പിൻ്റെ വെള്ളം നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. അല്പം കൂടി വേവാനുണ്ട്. ഇനി നമുക്ക് ഇളക്കി അത് വറ്റിച്ചെടുക്കാം. നമുക്കൊരല്പം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇന്ന് തൃക്കേട്ടയാണ്. ഓണത്തിന് ഇനി 5 ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാവരും ഓണത്തിൻ്റെ തിരക്കുകളിലേക്ക് കിടക്കുന്ന ഒരു സമയമാണ്. ഈ വർഷത്തെ ഓണവും എല്ലാവർക്കും കഴിഞ്ഞ വർഷത്തേലും കൂടുതൽ സന്തോഷകരവും ഉത്സാഹകരവും ആഹ്ലാദഭരിതവുമാകട്ടെ എന്ന് ആശംസിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗുഡ് വിൽ എൻ്റർപ്രൈസസിൻ്റെ പുതിയ സിനിമ കിഷ്കിന്ധാകാന്ഡം 12-ാം തീയതി റിലീസാവുകയാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററുകളിൽ പോയി അത് കാണണം. നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നമ്മുടെ ശർക്കരപ്പാവ് ചേർത്ത് കൊടുക്കാം. നമ്മൾ 700 ഗ്രാം ശർക്കരപ്പാവാണ് ഇതിലേക്കായിട്ട് എടുത്തിരിക്കുന്നത്. ശർക്കരപ്പാനിയിൽ പരിപ്പ് നന്നായിട്ടൊന്ന് വെന്ത് വറ്റി വരേണ്ടതുണ്ട്. അപ്പോഴേക്കും ശർക്കരപ്പാനി വറ്റി വരുന്നതനുസരിച്ച് നമ്മുടെ പരിപ്പിന് സ്വാദ് കൂടി വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെ വറ്റി വരുന്നതുവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ ശർക്കരപ്പാനി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അതിൽ കിടന്ന് നമ്മുടെ പരിപ്പും അത്യാവശ്യം ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ രുചി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അത് കഴിയുമ്പോൾ നമുക്ക് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്കായ ചേർക്കുമ്പോൾ അതിന് ഫ്ലേവർ അനുസരിച്ച് നിങ്ങളുടെ ഓരോരോ രുചികൾക്ക് അനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിവിടെ ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ ഒന്നാം പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ അടുപ്പ് നമുക്ക് ഓഫ് ചെയ്യാം. ആഹാ, നല്ലൊരു സ്മെല്ലും കൂടി വരുന്നുണ്ട്. നമ്മുടെ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി അടിപൊളിയാണ്. ഇനി നമുക്ക് നമ്മുടെ ഉരുളിക്ക് ചെറിയ ചൂടുണ്ട്. അത് ചൂട് ചെറുതായിട്ട് തണുക്കുന്ന വരെ നമുക്കൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ പായസം കൃത്യമായ കൺസിസ്റ്റൻസിയിൽ ആയിട്ടുണ്ട്. ഈ പാകത്തിന് നമ്മൾ വാങ്ങി എടുക്കേണ്ടതാണ്. എന്തായാലും ചൂടാറി കഴിയുമ്പോൾ അല്പം കൂടി ഒന്ന് തണുക്കും. ഇത് കൃത്യമായൊരു അളവിലാണിത്. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എള്ളും തേങ്ങാക്കൊത്തും കാഷ്നട്ടും കൂടെ വറുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മൾ 1 ടീസ്പൂൺ എള്ള് എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പായസത്തിന് എള്ള് ചേർക്കുന്നത് വളരെ രുചികരമാണ്. നമുക്ക് അത് ആദ്യം ചേർക്കാം. നമ്മുടെ എള്ള് എല്ലാം പൊട്ടിയിട്ടുണ്ട്. അടുത്തത് നമുക്ക് തേങ്ങാക്കൊത്ത് പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ തേങ്ങാക്കൊത്ത് ഏകദേശം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒന്ന് ക്രഷ് ചെയ്ത കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. എള്ളിൻ്റെയും തേങ്ങാക്കൊത്തിൻ്റെയും ചെറുതായിട്ട് കട്ട് ചെയ്ത കാഷ്നട്ടിൻ്റെയും പീസുകളൊക്കെ കൂടി കടിക്കുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ്. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് വറവുകൾ ചേർക്കാം. നമ്മുടെ വറവ് നമുക്ക് നമ്മുടെ പരിപ്പ് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. നമ്മുടെ പായസം നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ തേങ്ങാക്കൊത്തും എള്ളും കാഷ്നട്ടും ഒരല്പം കൂടുതൽ ചേർത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അത് നല്ലൊരു രുചി കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീടുകളിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റമാണ് പായസം. എന്നാലും നമ്മൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് പകർന്ന് തരുന്ന നമുക്കറിയാവുന്ന കുറച്ച് ടിപ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പായസത്തിന് രുചിയും ഒക്കെ കൂടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീടുകളിൽ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം. ഈ ഓണക്കാലത്ത് തൃക്കേട്ട ദിനത്തിൽ നമ്മൾ പാകം ചെയ്ത പരിപ്പ് പ്രഥമൻ പായസം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായും നിങ്ങൾ ഈ ഓണക്കാലത്ത് വീടുകളിൽ നമ്മുടെ ഈ റെസിപ്പി തന്നെ ട്രൈ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അതോടൊപ്പം ഗുഡ്വിൽ കുടുംബത്തിൻ്റെ ഓണക്കാലത്തെ പുതിയൊരു ചിത്രം കൂടി നിങ്ങളിലേക്ക് എത്തുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ചിത്രം തിയേറ്ററിൽ പോയി കാണണം. കിഷ്കിന്ധാകാന്ഡം എന്നാണ് നമ്മുടെ പുതിയ ചിത്രത്തിൻ്റെ പേര്. തീർച്ചയായിട്ടും എല്ലാവരും കുടുംബസമേതം പോയി കണ്ട് വിജയിപ്പിക്കണമെന്നും കൂടി നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു.